കാലത്തിനോ വിധിക്കൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ അങ്ങനെ ഒരു ഭക്തി വളർത്തിയെടുത്തില്ല. 9-ാം സ്കന്ധം കഥാസരിത് സാഗരമാണ്. അനവധി കഥകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് 9-ാം സ്കന്ധം. നമുക്ക് ചില പ്രധാന കഥകളൊക്കെ എടുത്തിട്ട് പോവാം, അല്ലെങ്കിൽ സമയമേറെ പോകും. 4ഉം 5ഉം അധ്യായത്തിൽ അംബരീഷ ചരിതമുണ്ട്. 4ഉം 5ഉം. അംബരീഷ ചക്രവർത്തി ഭാരതം ഭരിച്ച ചക്രവർത്തിയായിരുന്നു. നാഭാഗതനയനായ അംബരീഷൻ. അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോൾ സപ്തദ്വീപപതിം മഹിം, വ്യാസപ്രതിഭയെ നമസ്കരിക്കണേ, അങ്ങനെ ഒരു വാക്കുണ്ട്. 4-ാമത്തെ 9-ാം സ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ല. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ, നമ്മുടെ പൂർവികരുടെ ആ ഒരു വലിയ അറിവിന്റെ മുന്നിൽ നമ്മൾ നമിക്കുകയാണ്. സൂക്ഷ്മമായ അറിവ്. നിങ്ങൾക്കൊക്കെ അത് പറയുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. 9-ാമത്തെ അധ്യായത്തിൽ 9-ാം സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തില് അംബരീഷോ മഹാഭാഗ എന്ന് തുടങ്ങുന്നൊരു ഭാഗമുണ്ട്. സപ്തദ്വീപപതി മഹിം, 15-ാം ശ്ലോകം. 9-ൽ 4-ൽ 15. സപ്തദ്വീപപതി. സപ്തദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 ദ്വീപുകള്. ഭാരതത്തിനകത്ത് 7 ദ്വീപില്ല എന്തായാലും, പക്ഷെ ഭൂമി 7 ദ്വീപുകൾ, കോണ്ടിനെന്റ് എന്ന് പറയും. എത്ര? ഈ ഭൂമി എത്ര? 7 കോണ്ടിനെന്റ് നിറഞ്ഞതാണ്. ഏത്? ആഫ്രിക്കൻ ഉപഭൂഖണ്ഡം എന്നൊക്കെ കേട്ടില്ലേ? ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ യൂറോപ്പ്, കേട്ടില്ലേ? ഇതൊക്കെ അന്റാർട്ടിക്ക, ആർട്ടിക് തുടങ്ങിയുള്ള സ്ഥലങ്ങൾ കേട്ടില്ലേ? എങ്ങനെ ഇവർക്ക് മനസ്സിലായി 7 ഉപഭൂഖണ്ഡങ്ങൾ ഇവിടെ ഉണ്ടെന്ന്? ഇത് യാത്ര ചെയ്യാത്ത ഒരാൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ളവരല്ലേ, അല്ലേ? ആണോ? നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ വിമാനത്തെ കുറിച്ച്, പുഷ്പക വിമാനം, അന്നത്തെ കാലത്ത് വിമാനം ആകാശത്ത് കൂടെ പറക്കുക. രാമൻ അങ്ങോട്ട് പോകുമ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുത്തു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അയോധ്യയിൽ തിരിച്ചെത്തി. ഇപ്പൊ വിമാനം വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ്, അതിന് പറക്കാൻ പറ്റും, ഇല്ലേ? അതിന്റെ പേര് തന്നെ വിമാനം എന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഭാവനയിൽ കാണാൻ സാധിച്ച ആ പ്രതിഭയെ നമസ്കരിക്കണ്ടേ? ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ വിമാനം എന്ന് വിളിച്ച ആ പേര് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? ആ പ്രതിഭയെ, ആ ഒരു ഭാവനയെ ബഹുമാനിക്കേണ്ടതില്ലേ? നമ്മുടെ ഭാരതത്തിന്റെ പൂർവികരായിട്ടുള്ള ആളുകളുടെ ഉണ്ടല്ലോ ആ ദീർഘവീക്ഷണവും സൂക്ഷ്മദൃഷ്ടിയും നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് ഇതിലൊന്നും ഒരു വിലയില്ല. പലപ്പോഴും നമ്മുടെ ഹിന്ദു സംസ്കൃതിയെ അവഹേളിക്കുന്നതിലാണ് കൂടുതലും ഹിന്ദുക്കളുള്ളത്. എത്ര ആളുകളാണ് ഇത് അവഹേളിക്കാൻ കൂട്ടുനിൽക്കുക? മനസ്സിലായില്ലേ? അത് ചില ആളുകൾ അതിന് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, അയ്യപ്പസ്വാമിയുടെ ആ പ്രശ്നം വന്നപ്പോൾ അവിടെ ഒരു സങ്കല്പമുണ്ട്. അതായത് ഏത് കാലഘട്ടത്തിൽ ഒരു കന്നിസ്വാമി കയറിയിട്ടില്ലയോ അന്ന് അയ്യപ്പന്റെ കല്യാണം നടക്കുന്നതാണ്. അതിനെ പരിഹസിച്ച നേതാക്കന്മാരില്ലേ എന്ന് പത്രത്തിലും ടി വിയിലൊക്കെ കണ്ടില്ലേ? ഹിന്ദുക്കളെ അവഹേളിക്കുന്നത്. ഹിന്ദുക്കള്. അപ്പൊ ഈ സംസ്കാരത്തെ വേണ്ട പോലെ സമൂഹത്തിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ നമുക്ക് പറയൂ. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുത്തുന്നത് എന്താ വെച്ചാൽ, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ബോധമണ്ഡലത്തിൽ ഇത് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള വരികൾ ഭാഗവതത്തിൽ ഉണ്ട്. 7 ദ്വീപുകളാണ് ഈ ഭൂമിയിലെന്ന് തിരിച്ചറിഞ്ഞ മഹാപ്രതിഭ, വ്യാസപ്രതിഭ എഴുതിയതാണ് ശ്രീമദ്. അതുപോലെ ഭൂഗോളവർണ്ണന, ഭൂമി ഗോളാകൃതിയാണ്. അതുപോലെ സൂര്യന് ചുറ്റും ഗൃഹാദീനാം, നക്ഷത്രങ്ങൾ പരിധാവതാം, അത് കടന്ന് പരിക്രമണം ചെയ്യുന്നു എന്നൊക്കെ എഴുതി വെക്കണമെങ്കിൽ ഒരു സോളാർ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു ഗാലക്സിയെ
മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ച സൂക്ഷ്മ പ്രതിഭകൾ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, എവല്യൂഷന്റെ ആ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്ര ചിട്ടയോടുകൂടിയിട്ടാണ് ദശാവതാരത്തെ വെച്ചിരിക്കുന്നത്. നമ്മളതിനെ ഇന്റർപ്രിറ്റ് ചെയ്താൽ മതി, അത്ര ഗംഭീരമാണ്. നിൽക്കട്ടെ, ഇവിടെ 7 ദ്വീപുകൾ കയ്യിലുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് ഇതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏതായിരുന്നു? വാസുദേവേ ഭഗവതി തദ്വേഷു സാധുഷു. ആരാ അദ്ദേഹത്തിന്റെ സമ്പത്ത്? എന്താണ് ഏറ്റവും വലിയ സമ്പത്ത്? ഭഗവാനാകുന്ന സമ്പത്തും ഭക്തന്മാരാകുന്ന സമ്പത്തും. എന്താണ് ഭഗവാനാകുന്ന സമ്പത്ത്? കാരണം ഭഗവാനാകുന്ന സമ്പത്താണ് പൂർണ്ണ ബോധം. അതിലേക്കാണ് എനിക്ക് എത്തേണ്ടത്. ഭക്തന്മാരാകുന്ന സമ്പത്ത് എന്തിനാണ്? അതിലൂടെയാണ് ആരിലേക്ക് എത്തേണ്ടത്? ആരിലേക്ക് എത്തേണ്ടത്? ഭഗവാനിലേക്ക്. അപ്പൊ സാധനയും സത്സംഗവും എന്താണ്? ഇതാണ് നമ്മുടെ സമ്പത്ത് എന്നറിയണം. നിങ്ങളുടെ വെൽത്ത് എന്താണ്? 4 FD ഉണ്ട് സ്വാമി, പിന്നെ സ്വർണം കുറച്ചുണ്ട്, ഇതൊക്കെയാണോ സമ്പത്ത്? പിന്നെ 2 മക്കൾ അവിടെയുണ്ട്, 2 മക്കൾ ഇവിടെയുണ്ട്, ഇതാണോ സമ്പത്ത്? അല്ല. എന്റെ സമ്പത്ത് എന്താണ്? എന്റെ സാധന, എന്റെ നാമജപമാണ് എന്റെ സമ്പത്ത്. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? എന്ത് ധൈര്യം? നാമജപമാണ് എന്റെ സമ്പത്ത് എന്ന് പറയാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? ഓണ പറയരുതേ എവിടെ ഇരുന്നിട്ട്. നാമജപമാണ് എന്റെ സമ്പത്ത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായി, ഇതുവരെ മനസ്സിലായിണ്ടായിരുന്നില്ല. അപ്പോ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കണം നമ്മള്. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് നാമജപമാണ്. പിന്നെന്താ സമ്പത്ത്? സത്സംഗമാണ്. എന്താണ്? നല്ല കുറെ ആളുകളെ കണ്ടുപിടിക്കുക, കൂടുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ നോക്കൂ നിങ്ങള്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം സമയം നമുക്കുണ്ട്. ഉണ്ടോ? പണ്ടത്തെ അമ്മമാരൊക്കെ അനുഭവിച്ച ദുരിതം നിങ്ങൾക്കുണ്ടോ? അവർക്കാണെങ്കിൽ എല്ലാ വർഷവും പ്രസവിക്കണം, വെള്ളം കോരി എടുക്കണം, ഇല്ലേ? അടുപ്പ് കത്തിച്ചൂതി കത്തിക്കണം. ഉണ്ടോ ഇല്ലയോ? എത്ര ദുരിതങ്ങള്. ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ, ബാത്റൂം പോണെങ്കിൽ 1/2 കിലോമീറ്റർ പോകണം. അനുഭവിച്ചിട്ടില്ലേ അവര്? ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് നോക്കൂ, ഒക്കെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. വെള്ളം കയറി, മോട്ടോർ ഓൺ ചെയ്തു, ഗ്രൈൻഡർ ഓണായി. ഇനി ഇതൊന്നും ബുദ്ധിമുട്ടുമില്ല. ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് ഒഴിച്ചുണ്ടാക്കിയാൽ മതി ഓരോന്ന്. ഇല്ലേ? ഓരോ വീട്ടിൽ പോയി നോക്കൂ, 2024 ദോശമാവ് വരണ്ടാവും അവിടെ. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, സ്വാമി പഴം കൂട്ടാനാവാലോ? ഓ, പഴം കൂട്ടാൻ എന്താ ഒരു കുഴപ്പം? പിന്നെയാ പറയണത്, ഒരാഴ്ചയെ പഴക്കമുള്ളൂ, പഴയം കൂട്ടാനാണ്. ഭാഷ ഞാൻ കേട്ടത് തെറ്റിപ്പോയി. കാരണം ഈ കുന്തത്തിലെല്ലാം എടുത്തു വെക്കാലോ നമുക്ക്, ഇല്ലേ? ശരിയല്ലേ? എന്നും സാമ്പാർ ഉണ്ടാക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നിട്ടും സത്സംഗത്തിന് സമയം കണ്ടെത്തില്ലെങ്കിൽ എന്തൊരു നഷ്ടം. മനശ്ചിന്നലഗ്നം ഗുരോരംഗ്രി പത്മേ തതയ്ക്കും തതയ്ക്കും തതയ്ക്കും. ഉദ്ധവരോട് കൃഷ്ണൻ പറയും, 11-ാം സ്കന്ധം 17-ാം അധ്യായം 19-ാം ശ്ലോകത്തിൽ പറയും, ഹോ, എന്തൊരു നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന തപസ്വതേരിതം പുമാൻ ഭവാബ്ദിം നദരേ സാത്മഹ. എന്താ പറയണത്? നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് വേണ്ടത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഗുരു ആചാര്യന്മാരുടെ അടുത്ത് പോയോ ഒക്കെ മറ്റും പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ജന്മത്തിന് എന്ത് മഹത്വം എന്നാണ്. ഈ ജന്മത്തിന് പിന്നെ എന്ത് മഹത്വമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും അമ്പലത്തിൽ വന്ന് എന്ത് വേണം? വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരം നമ്മൾ അങ്ങോട്ട് തുടങ്ങി വെക്കണം. പിന്നെ ഭഗവത്ഗീത ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ എടുക്കണം. മനസ്സിലായില്ലേ? എന്തൊരു രസമായിരിക്കും അത്. എല്ലാവരും ഒന്ന് മെനക്കെട്ടാൽ അതിനൊരു ഊർജം ഉണ്ടാവില്ലേ? ഉണ്ടാവൂ ഇല്ലയോ? ഇപ്പം തന്നെ നോക്കൂ, നമ്മൾ ഇത്രയും ആളുകൾ ചേർന്ന് നാമം ചൊല്ലുമ്പോൾ അതിനൊരു ഊർജം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അതെന്തൊരു രസമുണ്ട്. ഇതിലേക്കൊരു ഒരു രസം കൂടി വന്നാൽ, ഒരു ഇൻട്രസ്റ്റ് കൂടെ വന്നാൽ സമയം കടന്നു പോകുന്നത് അറിയില്ല. മനസ്സിലായില്ലേ?
അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ഇതാണ് സമ്പത്തെന്ന് ബോധ്യം വന്നില്ല. നമുക്ക് സമ്പത്തെന്ന് പറഞ്ഞാൽ കുറെ പൊട്ട രാഷ്ട്രീയവും തോണ്ടിയിരിക്കൽ തന്നെ, കണ്ടവന്റെയൊക്കെ വായിൽ നോക്കിയിരിക്കുക തന്നെ. മനസ്സിലായില്ലേ? സമയം അങ്ങനെ കളഞ്ഞു കുളിക്കുകയാണ് പലരും. ആണോ അല്ലയോ? അത് പ്രത്യേകിച്ച് ആണുങ്ങൾ ഈ കാര്യത്തിൽ അങ്ങോട്ട് പുറകിലായിപ്പോയി. കൂടുതലും പിന്നെ ഇൻട്രസ്റ്റ് എടുക്കുന്നത് സ്ത്രീകളാണ്. നാരായണീയം ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ദേവി ഭാഗവതം, ദേവി മാഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആക്ടിവിറ്റി ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പൊ ആണുങ്ങൾക്കത് മനസ്സിലായില്ലേ? ആണുങ്ങളുടെ വിചാരം ഞങ്ങളെന്ത് വീട്ടിൽ കാവൽക്കാരാവാൻ നിൽക്കുന്നത്. പഴയ കാലത്ത് ആണുങ്ങളിലായിരുന്നു ആത്മീയത, സ്ത്രീകൾ വീട്ടിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളായി, കഴിഞ്ഞ ജന്മത്തിലെ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളായി. അതുകൊണ്ട് ആണുങ്ങളൊക്കെ വീട്ടിൽ കാവൽക്കാരും സ്ത്രീകളൊക്കെ ഇരുന്ന് പുറത്ത് ഇറങ്ങി നാരായണീയത്തിന് പോണു. ഇപ്പൊ മാർക്കറ്റിലൊക്കെ ആരാ പോവുക കൂടുതലും? അത് അന്നത്തെ കാലത്ത് ബ്രഹ്മാവ് ശപിച്ചതാണ്. ആണുങ്ങളോട് പറഞ്ഞു സ്ത്രീ ഭവ, സ്ത്രീകളോട് പറഞ്ഞു പുരുഷോ ഭവ. പെണ്ണുങ്ങളൊക്കെ ആരായി തീരട്ടെ? അല്ല, സ്ത്രീകളൊക്കെ അന്നത്തെ കാലത്തെ സ്ത്രീകളൊക്കെ പുരുഷന്മാരെ പോലെ ആവട്ടെ, പുരുഷന്മാരൊക്കെ സ്ത്രീകളെ പോലെ ആവട്ടെ. സ്ത്രീകളകത്ത് അവരടുത്തായി പോയി പാവും. ആണിന്റെ രൂപമുള്ളൂ, പക്ഷെ സ്ത്രീയുടെ ജീവിതമായിപ്പോയി. പ്രസവിക്കണില്ലാതെ മാത്രമേ ഉള്ളൂ, പക്ഷെ പ്രസംഗത്തിന് യാതൊരു കുറവുമില്ല, അല്ലേ? ഏതായാലും അത് മാറണം. എല്ലാവരും എങ്ങോട്ട് വരണം? അമ്പലങ്ങളിൽ വന്ന്. എന്തിനാണ് അമ്പലം? പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ് ഏത്? അമ്പലം. എപ്പോഴും ഓർമ്മ വേണം. ആർക്ക് വേണ്ടിയിട്ടാണ് അമ്പലം? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ക്ഷേത്ര സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഏതായാലും ഞാനിത് പറയാൻ കാരണം, 7 ദ്വീപിന്റെ അധിപതിയായ അംബരീഷന് അതൊന്നും സമ്പത്തായി തോന്നിയില്ല. ഇനിയൊരു വലിയൊരു ശ്ലോകമുണ്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമ്പത്തിനെയൊക്കെ അദ്ദേഹം മൺകട്ട പോലെ തോന്നി എന്നാണ്. എന്ന് വെച്ചാൽ അതിനൊന്നും വലിയൊരു വില കൊടുത്തില്ല. പക്ഷെ ഭഗവാന്റെ ആ ഭക്തി അദ്ദേഹത്തിന്റെ മനസ്സ് നിന്ന് എവിടെയാണ്? സവൈ മനകൃഷ്ണ പദാരവിന്ദയോ വജാം ശിവൈ ഗുണ്ട ഗുണാനുവർണ്ണനെ കരോഹരേ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരച്യുത സത്കദോദയേ. തന്റെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ മുകുന്ദ ചരണാരവിന്ദത്തിൽ വെച്ച്, മനകൃഷ്ണപദാരവിന്ദയോ, ഇങ്ങനെയൊക്കെ വെച്ച ഒരു മഹാനായിരുന്നു അംബരീഷൻ. അദ്ദേഹം ദ്വാദശി വ്രതം നോറ്റു. ഏകാദശിയും കഴിഞ്ഞ് ആ വ്രതം അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഒരു ദിവസം കൊണ്ട് വ്രതം തീരില്ല. നെക്സ്റ്റ് ഡേ വൈകുന്നേരം സന്ധ്യയ്ക്ക് പാരണ ചെയ്ത് വ്രതം കംപ്ലീറ്റ് ചെയ്യുന്ന ആ വ്രതം, അത് അത്രയും ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇരിക്കണം. ഇദ്ദേഹമാണെങ്കിൽ വെള്ളം പോലും തൊട്ടില്ല, ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലാത്തൊരു വ്രതമായിരുന്നു ആരെടുത്തത്? അംബരീഷൻ. അങ്ങനെ ജപിച്ച് 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 അങ്ങനെ 2 ദിവസം ഏകാദശിയും. അപ്പൊ ദശമിയുടെ അന്ന് വൈകുന്നേരം തുടങ്ങി, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിർത്തി, വൈകുന്നേരം മുതൽ വ്രതം തുടങ്ങി. പിന്നെ ഏകാദശിയും കഴിഞ്ഞ് ദ്വാദശി സന്ധ്യക്ക് വെള്ളം കൂടി പാരണ ചെയ്തിട്ട് പൂർണ്ണമാക്കും. ഇങ്ങനെയൊരു വ്രതനിഷ്ഠ ആര്? ഈ അംബരീഷൻ. അങ്ങനെ ആ വ്രതം പൂർത്തീകരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇത്രയും ശുണ്ടിയുള്ള ഒരാള്, ആര്? ദുർവാസാവ് കയറി. അപ്പോഴേക്കും അംബരീഷൻ ചാടി എണീറ്റു. മഹർഷി കാലൊക്കെ കഴുകി പൂജിച്ചു വരൂ മഹർഷി, കുടിക്കാൻ വെള്ളം. എന്റെ സന്ധ്യാവന്ദനം കഴിഞ്ഞിട്ടില്ല. ശരി, ആ സന്ധ്യാവന്ദനൊക്കെ കഴിഞ്ഞിട്ട് വരൂ പറഞ്ഞ പാർട്ടി കുളിക്കാൻ വേണ്ടി കാളിന്തിയിലേക്ക് പോയി. അംബരീഷൻ കാത്തിരുന്ന് ഇദ്ദേഹം വരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ വ്രതം ഒന്ന് മുറിക്കണം, പൂർണ്ണാക്കണം. അതിന് ഈ പാർട്ടിക്ക് വല്ലതും കൊടുത്തിട്ട് കുടിക്കാന്നൊക്കെ വിചാരിക്കും. ഈ മനുഷ്യൻ കാണുന്നില്ല. മഹാന്മാരോടൊക്കെ ചോദിച്ചു, അദ്ദേഹത്തിന് ഇങ്ങനെ കാത്തിരിക്കണോ? വേണ്ട, അങ്ങ് ഭക്ഷണമൊന്നും കഴിക്കണില്ലല്ലോ, ഇത്തിരി തീർത്തല്ലേ കുടിക്കണല്ലോ.
ഇദ്ദേഹം തീർത്ഥം കുടിക്കുമ്പോഴാണ് കഷ്ടകാലം കയറി വരുന്നത്. ആര്? ദുർവാസാവ് കണ്ടതും കോപിച്ചു. വിഷ്ണു ഭക്തനാണത്രേ, അതിഥിയെ അപമാനിക്കുക. നിന്റെ എച്ചില് കഴിക്കാനാണ് ഞാൻ വന്നത്. നീ എന്താ കരുതിയത്? കോപം കൊണ്ട് കത്തി ജ്വലിച്ച്, ഈ മനുഷ്യന് ഇതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഒന്നും പറയാൻ ഇടം കൊടുത്തില്ല. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു, ഇദ്ദേഹം എന്തോ ഭക്ഷണം എന്തൊക്കെയോ കഴിച്ചു. കോപം കൊണ്ട് ഇദ്ദേഹം കണ്ണൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അടച്ച് പിന്നെ അങ്ങോട്ട് തുറക്കുന്നു. ഒരു കൃത്തിക വന്നു എന്നാണ്. തന്റെ സങ്കല്പം കൊണ്ടൊരു ഉത്തരവ് കൊടുക്കുകയാണ്. തല വെട്ടിക്കളയൂ ഇവന്റെ. ആരുടെ? അംബരീഷന്റെ. അംബരീഷൻ പേടിച്ചോടിയില്ല. അംബരീഷൻ അവിടെ തന്നെ ചചാലപ്പതാൽ നിന്ന നിൽപ്പിലവിടെ ഒറ്റ നിൽപ്പാണ്. പേടിച്ചോടിയില്ല. ഭഗവാന്റെ നിശ്ചയം എന്താണോ അത് നടക്കട്ടെ എന്ന് ഒരൊറ്റ തീരുമാനം. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം ആർക്കുണ്ടായിരുന്നു? ആർക്കുണ്ടായിരുന്നു? അംബരീഷൻ. അത് ചിലവർക്കുണ്ടല്ലോ, ചില ബുദ്ധി അങ്ങനെ വരും, ചിലവർക്കാണ് ആ ബുദ്ധി വരൂല്ല. ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, സ്വാമി അംബരീഷന്റെ കഥ കേട്ടപ്പോ എനിക്കും അങ്ങനെ ഒരു ബുദ്ധി വന്നു. ഒരിക്കലും ഇവരിങ്ങനെ നടന്നു പോയിരുന്നു ഫ്രണ്ടിന്റെ കൂടെ. കാലത്ത് അമ്പലത്തിലേക്ക് എവിടെ പോവാണ്. അപ്പൊ ആരോ ഇങ്ങനെ വഴിയിൽ ചേച്ചി വഴി എന്നൊക്കെ ചോദിച്ചു വരില്ലേ? ആ വഴി ചോദിക്കാൻ വന്നപ്പം പറഞ്ഞു കൊടുത്തവി മാല പൊട്ടിച്ചു. ഇന്ന് മാല പൊട്ടിക്കില്ലേ അങ്ങനെയൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ട് ഉണ്ടോ? ആ മാല പൊട്ടിച്ചതും ഈ സ്ത്രീ ഉണ്ടല്ലോ ഉറക്കെ എന്ന് പറഞ്ഞ് ചിരിക്കുക. മാല പൊട്ടിച്ചിട്ട് ആരെങ്കിലും ചിരിക്കുവോ? പരിഹാസ ചിരി ചിരിച്ചാൽ പൊട്ടിച്ചവൻ എന്താ തോന്നുക? ലേശം മൂളുള്ളവൻ എന്താ തോന്നുക? ഇതെന്തോ മുക്കുപണ്ടെന്നല്ലേ തോന്നുക? വല്ല ഇമിറ്റേറ്റഡ് ഗോൾഡ് എന്നല്ലേ തോന്നുക? ആണോ? സ്വർണ്ണാണ് തോന്നുമോ? അവൻ എന്ത് വെച്ചാ മാല എടുത്ത് ഒരൊറ്റയേറ്, സത്യം 3 പവൻ ഒറ്റ ചിരിയിൽ തിരിച്ചു കിട്ടിയത്. എന്നാൽ അതിന് പകരം നമ്മളെ അയ്യോ അത് സ്വർണ്ണാണെന്ന് ഇനി ഉറപ്പിക്കാൻ വേറെ വല്ലതും വേണോ? ആ ഒരു ചിരിക്കാൻ, ആ കരയാതെ ചിരിക്കാൻ അംബരീഷ ചരിതാണ് അത്രേ പ്രചോദനം. അംബരീഷ ചരിതാണ്. അപ്പൊ വേണ്ടടുത്ത് അങ്ങനെ നിൽക്കണം. നേരെ കുറച്ച് വല്ല പാമ്പിന്റെയും പട്ടിയുടെയും മുന്നിൽ പോയിട്ട് ഞാൻ അംബരീഷ ചരിതമൊക്കെ കേട്ടിട്ടാ വന്നിരിക്കുന്നത് ഇല്ലേ? അങ്ങനെ അഹങ്കാരം കാണിക്കരുത്. വേണ്ടടുത്ത് വേണം വേണ്ട ബുദ്ധി കാണിക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ഓൺലൈനിലൊക്കെ തട്ടിപ്പ് ധാരാളം ഉണ്ട്. ഇങ്ങനെയൊക്കെ കുറെ പേരെ പറ്റിക്കണില്ലേ? പോലീസാണ്, കസ്റ്റംസ് നിന്നാണ്, അവിടെ നിന്നാണ്, ഇവിടെ നിന്നാണെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ കേട്ടില്ലേ? അപ്പൊ ആ സമയത്തൊക്കെ അത് ഈ അംബരീഷ ചരിതം വളരെ ശക്തി കേട്ടോ. എനിക്കിങ്ങനെ ഒരിക്കൽ പോലീസ് ഇത് വന്നു, ബോംബെ പോലീസ്. ഞാൻ അവിടെ പഠിച്ചത്. അപ്പം അവിടെ നിന്ന് എനിക്കൊരു കോള്, നിങ്ങളുടെ ആധാർ കാർഡ് മിസ്യൂസ് ചെയ്തു നോക്ക് പറഞ്ഞിട്ട് എനിക്കൊരു കോള്. അപ്പം ഒരു വീഡിയോ കോളിലേക്ക് പോയി. അപ്പൊ അവിടെ പോലീസ് വേഷമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാള് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആധാർ കാർഡ് മിസ്യൂസ് ചെയ്തു. ഞാനിതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ട്. വെരി ഗുഡ്, നന്നായി. കാരണം ഭാഗവതം ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്നു വായിക്കാമല്ലോ. ഞാൻ അത്ര കൂളായിട്ടെടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലേ എങ്ങനെ നിങ്ങൾക്ക് അറസ്റ്റ് വാറന്റ്, അതിനെന്താ പരിഹാരം എന്ന്? അല്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യണമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി തരികിടയാണത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരൊറ്റ കാര്യം ഹോൾഡ് ചെയ്യൂ, എനിക്ക് അറിയുന്ന ഒരു ഡിവൈസ് ഉണ്ട് ബോംബെയില്, ഞാൻ അദ്ദേഹത്തിന് കൂടി ലൈനിലെടുക്കാന്ന്. വെറുതെ പറയാം, അങ്ങനെ ഒരാളൊന്നും എനിക്കറിയില്ല. ഈ അംബരീഷ ചരിതം ആ സമയത്തൊരു നുണ പറയാൻ തോന്നി. ആ മനുഷ്യൻ അപ്പ കട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ തരികിടയാണെന്ന് മനസ്സിലായില്ലേ? ഒരൊറ്റ വാക്കുകൊണ്ട് സംഭവം തീർന്നു. അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഈ കള്ളത്തരങ്ങളൊക്കെ വരുമ്പം ചില സമയത്ത് നമ്മൾ ആ കള്ളത്തരത്തിന്റെ വാക്കുകളുടെ പിന്നാലെ അങ്ങോട്ട് പോയി. അങ്ങനെയാണ് പലരും ചതിക്കുഴിയിൽ. പറയൂ, ഈ അംബരീഷ ചരിതമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിയൊക്കെ ഓർമ്മ വരും, എങ്ങനെ വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഭാഗവതമൊക്കെ ശരിക്കും വായിക്കണം എന്ന് പറയുന്നത്. വേണോ? പറയൂ. നാമൊക്കെ ചൊല്ലണം. അപ്പൊ നമ്മൾ ചില അപകടത്തിലൊക്കെ പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു
സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് അപകടമാണ് എന്ന്. മനസ്സിലായില്ലേ? ചാടി പെട്ടെന്ന് നിങ്ങളുടെ ഈ കോതമംഗൽ ഈ ഭാഗത്ത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ 15 ലക്ഷം അടിച്ചു കൊണ്ടുപോയത്. മനസ്സിലായില്ലേ? 15 ലക്ഷം അടിച്ചു മാറ്റി അക്കൗണ്ടിൽ നിന്ന് ഈ കള്ളത്തരത്തില്. ഈ ഭാഗത്ത് എവിടെയുള്ള ഒരു ഫാദറിന്റെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും കുറെ പേരൊക്കെ അങ്ങനെ ഇരകളാവുന്നുണ്ട്. ഇല്ല പറയാൻ പറ്റേ? ഉണ്ടോ? നിൽക്കട്ടെ. ഇവിടെ അംബരീഷന്റെ നേരെ ആര് വരുന്നു? കത്രിയ. എന്താ മുടി വെട്ടാൻ വരിക? കൃത്തിക ആരാണ്? കൃത്തിക. അംബരീഷന്റെ നേരെ കൃത്തിക എന്നുള്ള പേര് മാറ്റരുത്. അങ്കുരീഷന്റെ നേരെ വാളുമായിട്ട് വരുന്നു. വാളുമായിട്ട്. അംബരീഷൻ ചാല പ്രധാനപ്പ നിന്ന നിൽപ്പിൽ നിന്ന് ഇളകിയില്ല. അപ്പോഴാണ് ഭഗവാന്റെ സുദർശന ചക്രം വരുന്നു. അവളുടെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. സംഗതി അവിടെ കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ആ സുദർശന ചക്രം നേരെ ദുർവാസാവിന്റെ നേരെ. ദുർവാസാവ് കഴുത്ത് തപ്പി നോക്കിയുണ്ട്. പിന്നെ ജീവനം കൊണ്ടൊരു ഓട്ടം. എങ്ങോട്ടോടും ഒരു പിടിയില്ല. പിന്നെ തോന്നി ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോവാന്ന്. കാരണം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എന്തിനാ പോണത്? ബ്രഹ്മാവിന് മാത്രമേ ഏത് ദിക്കെന്ന് വന്നാലും കാണാനുള്ള തലയുള്ളൂ. മറ്റൊക്കെ നമുക്കിപ്പോ ഒരു ഭാഗത്തേക്കല്ലോ. ബ്രഹ്മാവിന് 4 കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഏത് ഭാഗത്തൂടെ പോയാലും ആര് കാണും? ബ്രഹ്മാവ്. ബ്രഹ്മാവിന്റെ അടുത്തെത്തി. ബ്രഹ്മാവ് അപ്പോഴേക്കും വരൂ ദുർവാസാവേ, കാലത്തിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. എന്നെ പിടിക്കേണ്ട കാരണം എന്റെ തല മാത്രമേ പോവുള്ളൂ, തല അങ്ങേടെയും കൂടെ തല പോകുന്നു. ഹേയ്, എന്ത് പറ്റി? കണ്ടില്ലേ? ഹായ്, സുദർശന ചക്രം ഭഗവാൻ തന്നതാണോ? അല്ല, കൊണ്ടുപോകാൻ വരികയാണെന്ന്. തന്നതാണത്രേ. ഇതിപ്പോ തന്നതിന്റെ ഗുണം കാണുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അതിനെ ഒന്ന് നിർത്തി എന്നെ അനുഗ്രഹിക്കണം. ഉടനെ നമ്മളെ ചില ഹോസ്പിറ്റലുകാർ പറയില്ലേ, ഈ കേസ് ഇവിടെ എടുക്കില്ല എന്ന്, വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ പോലെ ബ്രഹ്മാവ് നേരെ കേസ് റെഫർ ചെയ്തു പരമശിവൻ. ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നേരെ പോയി പരമശിവന്റെ അടുത്ത്. പരമശിവൻ ചിലപ്പോ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ ചക്രം മാത്രല്ല പോവുക, ഇദ്ദേഹത്തിന്റെ ജീവിതവും ഏറെക്കുറെ ചക്രത്തിലാവും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നല്ല കാലം ശിവൻ കണ്ണടച്ചിരിക്കുന്നൊന്നുമില്ല. ഓ, ദുർവാസാവിനെ കണ്ടതും സ്വീകരിച്ചു. വരൂ മഹർഷി, കാലൊക്കെ എത്രയും കണ്ടിട്ട് സുഖം തന്നെയല്ലേ പറഞ്ഞു. ഭഗവാനെ കുശലം ചോദിക്കുന്നതിന് മുമ്പ് പുറകോട്ടൊന്ന് നോക്കൂന്ന്. ഇത് മഹാവിഷ്ണുവിന്റെ ചക്രം, അങ്ങ് എന്താ ഇതും കൊണ്ട് നടക്കണത്? കൊണ്ട് നടക്കല്ല, എന്നെ കൊണ്ടുപോകാൻ വരികയാണ്. എന്ത് പറ്റിയെന്ന് അത് പറയുമ്പോഴേക്കും എന്റെ കഥ തീർന്നിട്ടുണ്ടാവും. ഇത് എത്രയും വേഗം ഒന്ന് നിർത്തിയിട്ട് നമുക്ക് സമാധാനമായിട്ട് കഥ പറയാം. അയ്യോ, നിർത്തേണ്ട കാര്യത്തിനാണോ വന്നത്? അതെ, എന്നാ നേരെ ട്രിവാൻഡ്രം വെച്ച് പിടിപ്പിച്ചോളൂ എന്ന്, പത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് അടിച്ചു വിട്ടോളൂ എന്ന്. പിന്നെ നിന്നില്ല, നേരെ വൈകുണ്ഠ ഭഗവാന്റെ അടുത്തേക്ക്. അവിടെയാണെങ്കിൽ ഭഗവാനാണെങ്കിൽ അനന്തന്റെ മുകളിൽ കിടപ്പും അല്ലേ. അവിടെ ചെന്നു. അപ്പോഴേക്കും ഭഗവാൻ ചാടിപ്പടഞ്ഞ് എണീറ്റു. ദുർവാസാ മഹർഷി വരൂ. അപ്പോഴേക്കും മഹർഷിയുടെ ഒരു 10-200 കിലോ പോയി. മഹർഷി നല്ല കുടവായിരുന്നു, നല്ല വലിയ രൂപമായിരുന്നു. അത് കുറേ കുറഞ്ഞു. കാരണം ഭക്ഷണമല്ലേ, ഒറ്റ പണിയുള്ളൂ, ഓട്ടം. ഇത്രയും ഡയറ്റ് ചെയ്തൊരു മനുഷ്യൻ ലോകത്തിലുണ്ടാവില്ല. ഓട്ടം തന്നെ. അവസാനം മഹാവിഷ്ണുവിന്റെ അടുത്തെത്തി. ഭഗവാൻ പറഞ്ഞു, എന്താ മഹർഷിന്ന് പറഞ്ഞു. അങ്ങയുടെ കയ്യിലൊരു ചക്രല്ലേ? അതെ, അത് കുറച്ച് ദിവസമായിട്ട് എന്റെ പിന്നില. അത് എത്രയും വേഗം എന്റെ പിന്നിൽ നിന്നും അങ്ങയുടെ കയ്യിലേക്ക് ഇത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറയുന്ന കുറച്ചു വരികൾ അത് നമുക്ക് വളരെ ആവശ്യമാണ്. 9-ാം സ്കന്ധത്തിലെ 4-ാം അധ്യായത്തില് 63, 64, 65, 66, 67 ശ്ലോകങ്ങളൊക്കെ ഗംഭീരം. സൗന്ദര്യോത്തരതോ വിസുന്ദരതരം എന്ന് പറഞ്ഞ പോലെ അത്ര ഗംഭീരം. അഹം ഭക്തപരാധീനഹി അസ്വതന്ത്രൈവദ്വിജ സാധുവിർഗ്രസ്ത ഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയം ഏതാരകാരപുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാമം ശരണം യാത കഥം ത്വാം തെക്തുമുത്സഹേ. ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണ്. സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. കണ്ടിന്യൂ വായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയം അനുവദിക്കണം.
സാധവോ ഹൃദയം മഹ്യം സാധൂനം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗവി. എന്താ പറയുന്നത്? അഹം ഭക്ത അധീന. പറയൂ എല്ലാവരും, ഞാൻ ഭക്തന്റെ അധീനതയിലാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ആരുടെ കൂടെയാണ് എപ്പോഴും? ഭഗവാൻ ഇത്ര ഉറപ്പ് തരികയാണ്, ഞാൻ എവിടെയോ അല്ല ഇരിക്കുന്നത്. നാഹം വസാമി വൈകുണ്ഠേ ന യോഗിനാം ഹൃദയേ. എത്ര ഗായന്തി മദ്ഭക്താ തത്ര തിഷ്ഠാമി നാരദ. എവിടെയാണ് ഭഗവാൻ? എവിടെയാണ് ഭഗവാൻ? ഗീത 13-ാം അധ്യായം 28-ാം ശ്ലോകം, ഭഗവത്ഗീത 13:28 ഗീത. ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കൂ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുവരും, നിങ്ങളൊറ്റയ്ക്കല്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങളെ ഒറ്റപ്പെടുത്താൻ കാലത്തിനോ വിധിക്കോ ഒന്നിനും സാധ്യമല്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഭഗവാന്റെ സന്നിധിയില്, ആ ഭഗവാന്റെ ഒരു അംശമായിട്ട്, ഭഗവാന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്നവരാണെന്ന് മനസ്സിലായില്ലേ? ആ ശ്ലോകം നോക്കൂ നിങ്ങള്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. കാണുന്നുണ്ടോ ശ്ലോകം? കാണുന്നുണ്ടോ? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യസ്വ വിനശ്യന്തം യപശ്യതി സപശ്യതി. അർത്ഥം വലുത് ആവും അറിയില്ല. സമം സർവേഷു ഭൂതേഷു, സർവേഷു ഭൂതേഷു സമം. തിഷ്ഠ എന്ന് പറഞ്ഞാൽ കുടികൊള്ളുന്നു. ആര്? പരമേശ്വരം. ആരാ കുടികൊള്ളുന്നത്? പരമേശ്വരൻ കുടികൊള്ളുന്നു. എവിടെ കുടികൊള്ളുന്നത്? സർവഭൂതേഷു സമം. എല്ലാവരിലും ഒരേപോലെ ആര് കുടികൊള്ളുന്നു? ഭഗവാൻ കുടികൊള്ളുന്നു. വിനശ്വസ്സു, വിനാശമുള്ള ഈ ശരീരത്തിൽ, അവിനശ്വസ്സു, വിനാശമില്ലാത്തവനായി ഭഗവാൻ കുടികൊള്ളുന്നു. വിനാശമുള്ള ഈ ശരീരത്തിൽ അവിനാശിയായി ഭഗവാൻ ആരാണോ യപശ്യതി സപശ്യതി, ഉള്ളിലുള്ള പരമാത്മാവിനെ, ആത്മാവിനെ കാണുന്നത്, അവർ ഈശ്വരനെ ശരിക്കും കാണും. ഈശ്വരനെ കാണാൻ എങ്ങോട്ടാ നോക്കേണ്ടത്? ആത്മദർശനം, ഈശ്വദർശനം. ഭഗവാനെ കാണാൻ എങ്ങോട്ടാ നോക്കേണ്ടത്? ആത്മദർശനം, ഈശ്വദർശനം. പറയൂ. അതാണ് ഭാരത ഋഷിവര്യന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? യപശ്യതി സപശ്യതി. ആരാണോ ഉള്ളിൽ കാണുന്നത് അവരാണ് ഈശ്വരനെ ശരിക്കും കാണുന്നത്. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതൊക്കെ? ആരെങ്കിലും നമുക്കിതൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? പറയൂ. നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത് ആരും പലർക്കും ക്ലിക്ക് ചെയ്യുന്നില്ല. അത് നാരായണീയൊക്കെ വായിക്കുന്നുണ്ട്. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഭഗവാൻ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം കരുതി അങ്ങ് അമ്പലത്തിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോഴാണ് പിന്നീട് ഈ സത്സംഗത്തിലൂടെയൊക്കെയാണ് മനസ്സിലായത്, ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ, ശാസ്ത്രത്തിലൂടെയാണ് മനസ്സിലായത്, ഏവം ദുർലഭ്യ വസ്തും നബി സുലഭതയാ സ്ഥലത്തേ യദന്യൽ തൻവാ വാചാദിയാ വാ ഭജതി പദജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത്പയന്തു സ്ഥിരതര മനസാ വിശ്വവീരാപഹത്തി വിശേഷമാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയ. എന്താ പറയുന്നത്? ഞാൻ ദുർലഭ്യ വസ്തുവാണ്, ക്ഷേത്രത്തിനകത്താണെന്നാ കരുതിയത്. ഇപ്പം മനസ്സിലായി, സുലഭതയാ അസ്ഥലത്തെ. എവിടെയുണ്ട്? സുലഭതയാ. എന്ന് പറഞ്ഞാൽ സുലഭമായിട്ട് എപ്പോഴും. ഹസ്തലബ്ധേ, എവിടെയുണ്ട്? കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ട്. എത്ര പേർക്ക് അത് ബോധ്യം വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഭഗവാൻ ഉള്ളിലാണെന്നുള്ളത്? ഇത് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞു. ഇതാണ് ഇവിടെ പറയുന്നത്. അഹം ഭക്തപരാധീനഹി അസ്വതന്ത്രൈവദ്വിജ സാധുവിർഗ്രസ്ത ഹൃദയോ ഭക്തൈ ഭക്തജനപ്രിയ.
ആരാണ് ഭക്തന്മാര്? അവർക്ക് നോക്കണം, ആരാ ഭക്തന്മാര്? ഏതാരകാരപുത്രാപ്തൻ. അവർക്ക് ഭാര്യയും മക്കളും വീടും കുടുംബമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ച് മാമേവം ശരണം യാഥ, എന്റെ നാമത്തിൽ തന്നെ അങ്ങോട്ട് ശരണം പ്രാപിച്ചവരെ കഥം തെക്തുമുത്സഹേ, ഞാൻ എങ്ങനെയാണ് പറയൂ കൈവിടുന്നത്? അവർ കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാം മറന്ന് നാമത്തിൽ മനസ്സിനെ അർപ്പിച്ചും ഉറപ്പിച്ചും ലയിപ്പിച്ചും മുന്നോട്ട് പോയാൽ ആര് കൈവിടില്ല? ആര് കൈവിടില്ല? അത് പരിശീലിപ്പിച്ചെടുക്കണം. മനസ്സിലായില്ലേ? ഈ അംബരീഷ ചക്രവർത്തി, രാജ്യം, സപ്തദ്വീപ്, ഈ ചിന്തകളൊക്കെ മാറ്റിയിട്ട് കുറച്ചു നേരം ഭഗവാനിൽ അങ്ങോട്ട് മനസ്സിനെ സമർപ്പിച്ച ആ മഹാനെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ അദ്ദേഹത്തിനെ ഒരിക്കലും കൈവിടില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഹേ ദുർവാസ മഹർഷേ, അങ്ങയുടെ തപസ്സുകൊണ്ട് അങ്ങ് കേമനായി വിചാരിക്കണ്ട. തപസ്സെല്ലാം വിനയത്തിലേക്കും മനോബലത്തിലേക്കും വരുന്നില്ലെങ്കിൽ തപസ്സുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ, നേരെ പൊയ്ക്കോളൂ. ആരുടെ അടുത്തേക്ക്? അംബരീഷന്റെ അടുത്തേക്ക്. ഭഗവാനും കേസ് കൈവിട്ടു. ദുർവാസാവ് വീണ്ടും ഓടുന്നു. എങ്ങോട്ട്? വന്നിടത്തേക്ക് തന്നെ. അവിടെ ചെന്ന് കൈകൂപ്പി നിന്നു. അപ്പോഴേക്കും ആ അംബരീഷൻ സുദർശനമൂർത്തിയെ തൊഴുത് നമസ്കരിച്ചപ്പോഴേക്കും സുദർശനം അപ്രത്യക്ഷമായി. ആ ദുർവാസാവ് അംബരീഷനെ നമസ്കരിച്ചിട്ട് പറയണം, അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമത്യമേ, ഭഗവാന്റെ ഭക്തന്റെ മഹത്വം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കണം, ഭഗവാൻ, നിങ്ങൾ ഭക്തരായി തീർന്നാൽ കാലത്തിനോ വിധിക്കൊന്നും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ അങ്ങനെ ഒരു ഭക്തി വളർത്തിയെടുത്തിട്ടില്ല. നമ്മുടെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ യാചനാഭക്തിയാണ്. നമ്മുടെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ ദ്വൈത ഭക്തിയാണ്. ഭഗവാൻ പുറത്താണ്, യാചിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി അത് മാറ്റിയെടുക്കണം. ഭഗവാൻ എവിടെയുണ്ട്? അന്തരാത്മാവാണ്. യോന്ത സുഖോന്തരാരാമ. ഗീതയില് അഞ്ചാം അധ്യായത്തിൽ 22 ശ്ലോകത്തിൽ പറയും, യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച. 5:22 തോന്നണേ, ശ്ലോകം കറക്റ്റ് കൃത്യം ഓർമ്മ വരില്ലേ? യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച യോഗി ബ്രഹ്മനിർവാണം. ആണോ? കറക്റ്റാണോ ശ്ലോകം? 4-ാം അധ്യായത്തിലാണ്, അല്ല 24-ാം ശ്ലോകം, 24. യോന്ത സുഖോന്തരാരാമ തദാന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയോ വികൽപ്പതേ. അങ്ങനെയല്ലേ? അന്തരാരാമ, അന്തർജ്യോതി. ഈ ബോധമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണരണം, ഉദിക്കണം, ഉയരണം. അതിലേക്കുള്ളൊരു പ്രയാണമാണ് നമ്മൾ ഈ സപ്താഹത്തിലൂടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ക്രമേണ നമ്മൾ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാൽ അങ്ങനെ പറയില്ല, ഭഗവാനെ ഉള്ളൂ. ആ ബോധം വരണം, ഞാൻ ആ ഭഗവാന്റെ ഒരു അംശമാണ്. ഞാൻ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ആ ബോധത്തോടുകൂടി അങ്ങനെ ജപിച്ച് മനസ്സിനെ ഉറപ്പിച്ച് അംബരീഷനെ പോലെ ജീവിതത്തെ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്.